ദേവി വിഗ്രഹത്തിൽ കാർക്കിച്ചു തുപ്പുന്ന വെളിച്ചപ്പാട്. എം.ടിയുടെ നിർമ്മാല്യ സിനിമയിലെ ആ രംഗം പോലൊന്ന് ഇപ്പോൾ ചിത്രീകരിക്കാൻ പറ്റുമോ എന്ന് പ്രബുദ്ധ കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, മതേതരത്വം തുടങ്ങി ബുദ്ധിജീവികൾ ഉൾപ്പെടെ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു. ഇക്കൂട്ടരും ഇവരാൽ സൃഷ്ടിക്കപ്പെട്ട പ്രബുദ്ധ കേരളവും എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഇത് നല്ല ഉദാഹരണമാണ്. ഇനി ജീർണിക്കാൻ കഴിയാത്ത വിധം ജീർണിച്ചഴുകിയ ഭാരതത്തിന്റെ ക്ഷേത്ര സംസ്കാരത്തെ ശുദ്ധി ചെയ്ത് പുനരുദ്ധാരണ പ്രക്രിയ നടത്തുന്നതായിരുന്നു കേരള നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു അരിവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ. പുനരുദ്ധരിക്കപ്പെട്ട ആ ക്ഷേത്ര സംസ്കാരത്തെ 1975 എം.ടി തൻ്റെ നിർമ്മാല്യ സിനിമയിലൂടെ വീണ്ടും പഴയതിനേക്കാൾ വലിയ ജീർണതയിലേക്ക് തള്ളിയിട്ടു. മനുഷ്യ ശരീരത്തിന്റെ പ്രതീകാത്മകമായ ക്ഷേത്രം എന്നാൽ നശിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് പുനരുദ്ധാരണം പ്രസക്തമാകുന്നത്. കേരള നവോത്ഥാനത്തെയും ദേശീയ പ്രസ്ഥാനത്തെയും നയിച്ച സാംസ്കാരിക ഘടകത്തിന്റെ, കേരളത്തിലെ അവശേഷിച്ച ഘടകത്തിന്റെ കണ്ണിമുറിക്കലായിരുന്നു എം.ടിയുടെ സിനിമയിലെ ആ രംഗം. അവിടെ നിന്ന് ആരംഭിച്ച ജീർണതയുടെ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ ശബരിമലയിൽ കാണുന്നതും മുൻ തന്ത്രി ജയിലിൽ കഴിയുന്നത്.